അസ്സലാമു അലൈക്കും. ഈ കേരളത്തിന്റെ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം, ആ ഒരു ആശയം ആദ്യമായിട്ട് കേരളത്തിലേക്ക് മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങളിലേക്ക് മുന്നോട്ട് വെക്കുന്നത് ആരാന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാടില് അത് മർഹൂം CM അബ്ദുൾ റഹ്മാൻ അലി ഉസ്താദ് അവർകളാണ്. ഉസ്താദ് അവർകളുടെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഒരു സമൂഹത്തിൽ ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ വളരെ കൃത്യമായിട്ട് ഉസ്താദിന്റെ ജീവിതത്തിലൂടെ, ഉസ്താദിന്റെ ജീവിത രീതിയിലൂടെ ഉസ്താദ് കാണിച്ചു തന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഉസ്താദിന്റെ വിദ്യാഭ്യാസത്തിലേക്കുള്ള ഉസ്താദിന്റെ കോൺട്രിബ്യൂഷനെ പറയുമ്പോൾ പറയാതിരിക്കാൻ വയ്യാത്ത മറ്റൊന്നാണ് ഉസ്താദിന്റെ വിദ്യാഭ്യാസം. ഉസ്താദിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉസ്താദ് അത് ഏറ്റവും ഏറ്റവും പീക്കിലേക്ക് ഉസ്താദിന്റെ വിദ്യാഭ്യാസത്തെ സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എത്രത്തോളം എന്ന് വെച്ചാല് ഞാൻ ഈ അടുത്ത് ഒരു ബഹാവുദ്ദീൻ ഉസ്താദിന്റെ ഒരു എപ്പിസോഡ് കാണാനിടയായി. ആ ഒരു എപ്പിസോഡില് വൈത്തളിച്ചെന്നുള്ള ഉസ്താദിന്റെ എപ്പിസോഡ്, ആ ഒരു എപ്പിസോഡില് ഉസ്താദ് ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. 1970-കളില് ബഹാവുദ്ദീൻ ഉസ്താദ് CM ഉസ്താദിനെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിക്കണം. അങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചു. CM ഉസ്താദ് പ്രോഗ്രാമിന് വന്നു. ആ ഒരു പ്രോഗ്രാമിൽ CM ഉസ്താദ് അവതരിപ്പിക്കുന്ന വിഷയം ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. 1970-കളില് ആ കാലഘട്ടത്തിൽ ഉസ്താദ് അവതരിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്നുള്ളത്. അപ്പോ ആ ഒരു ഉസ്താദിന്റെ അത്രയും കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യാന്നുള്ളത്, പ്രത്യേകിച്ച് അന്നത്തെ കാലത്തൊക്കെ ഈ ഇത്തരം പണ്ഡിതന്മാർ, അതായത് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ അത്ര ഫേമസ് അല്ലാത്ത അല്ലെങ്കിൽ അത്ര ചർച്ച ചെയ്യപ്പെടാത്ത ചില വിഷയങ്ങളാണ് ഈ ബാങ്കിങ്, ഇൻഷുറൻസ്, അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ. അപ്പൊ ആ ടോപ്പിക്സ് ഉസ്താദ് പ്രസന്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് എന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഇമ്പാക്ട്, എന്തോ ഉസ്താദിന് എന്തോ ഉണ്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ചെറിയൊരു ഫീലിംഗ്. അപ്പോ ഉസ്താദിന്റെ ആ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം മുതലേ എനിക്കിങ്ങനെ ഈ CM ഉസ്താദിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, കൂടുതൽ ഉസ്താദിനെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു. അങ്ങനെയാണ് ഞാൻ ഉസ്താദിനെ കുറിച്ചുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ എഴുത്തുകളോ ഒക്കെ ഉണ്ടോ എന്ന് അങ്ങനെ അന്വേഷിച്ചിറങ്ങി. അങ്ങനെയാണ് ഉസ്താദിന്റെ ഒരു ആത്മകഥ ഞാൻ കാണാനിടയായി. അങ്ങനെ ആ ഒരു ആത്മകഥ ഞാൻ വായിച്ചു. ആ ഒരു ആത്മകഥയില് ഒരു 75%, 75% ഉസ്താദിന്റെ വിദ്യാഭ്യാസത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, സമന്വയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉസ്താദ് ചെയ്ത ത്യാഗങ്ങൾ, എത്രത്തോളം ഉസ്താദ് സഹിച്ചിട്ടുണ്ട്, എത്രത്തോളം ഉസ്താദ് ആ ഒരു ആശയം മുറുകെ പിടിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു പുസ്തകത്തിൽ ഉടനീളം ആ ഒരു വിഷയം തന്നെയാണ് പറയുന്നത്. അപ്പോ അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉസ്താദിന്റെ ആസ്ട്രോണമിയിലേക്കുള്ള ഉസ്താദിന്റെ കോൺട്രിബ്യൂഷൻ, ഗോളശാസ്ത്രത്തിലേക്കുള്ള ഉസ്താദിന്റെ കോൺട്രിബ്യൂഷൻ. അതിപ്പോ ഈ അടുത്തൊരു ഒരു ബാക്ക് പ്രസന്റേഷനിൽ വെച്ച ആ ഒരു ടോപ്പിക്. അതെ, ഞാന് കർണാടകയില് ഒരു ടോപ്പിക് ഞാൻ എടുത്തിരുന്നു. എന്താ വെച്ചാൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു സമന്വയ വിദ്യാഭ്യാസത്തിലേക്കുള്ള അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അന്ന് ഇടപെട്ടു, അതുകൊണ്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് താങ്കൾ മനസ്സിലുണ്ടാക്കിയത്. എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം കണ്ടാൽ അത് നേടിയെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പരിശ്രമം, അതിലേക്കുള്ള ത്യാഗമാണ് എന്നെ കൂടുതൽ അദ്ദേഹത്തിനെ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അപ്പൊ ഞാന് അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ കുറെ നോക്കി, അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ്, ഞാൻ എന്ത് ടോപ്പിക്കാണ് എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ജീവിതത്തിൽ അദ്ദേഹം പഠിക്കാൻ തുനിഞ്ഞൊരു വിഷയമായിരുന്നു ഈ ആസ്ട്രോണമി അല്ല ആസ്ട്രോളജി എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് ടോട്ടലി നമ്മുടെ കേരള സമുദായത്തിൽ കുറവാണ് അങ്ങനത്തെ പഠനങ്ങൾ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഡിഫിക്കൽട്ട് ആണ്. അതായത് മാത്തമാറ്റിക്സ് ആയിട്ടും മറ്റൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ഡിഫിക്കൽട്ട് ആണ് പഠിക്കുക എന്നുള്ളത്. എന്നതുകൊണ്ട് തന്നെ കേരള സമൂഹത്തിൽ അത് എടുത്തു പോയ ഒരു സാധനമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് പഠിച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അതുമായി താല്പര്യമുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെത്തഡോളജി തന്നെ അങ്ങനെയാണ്, പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളതാ. അപ്പം അന്ന് ഈ 1900-കളില് ഇപ്പം അദ്ദേഹം 1962-ലെങ്ങാനുമാണ് വെല്ലൂർ ബാക്കിയാത്ത് നിന്ന് ബിരുദെടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു മുദരീസായി ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് ടോട്ടലി കേരളത്തിൽ രണ്ട് വിഭാഗമായിട്ട് മാറി. കിബില ഫൈൻഡിങ്ങിന്റെ വിഷയം അതായിരുന്നു, കിബില ഫൈൻഡിങ് ആയിരുന്നു. കിബില എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതായിരുന്നു. അപ്പൊ അതില് അന്ന് രണ്ട് വിഭാഗമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഒന്ന് ചാരിയലാകത്ത് മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരു കിബില ഫൈൻഡിങ്ങിലൊക്കെ നല്ല കോൺട്രിബ്യൂഷൻസ് ഉള്ള ഒരു ഉസ്താദാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള കുട്ടിയാമ്മ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഉസ്താദും. അപ്പൊ ഇവരോട് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാല്, കുട്ടിയാമ്മ മുസ്ലിയാർ എന്താ വെച്ചാല് എല്ലാരും
ഒരു അപ്രോക്സ് ഒരു ഏകദേശം ഏകദേശം കണക്കിൽ വെച്ച് എല്ലാവരും കിബില കണക്കാക്കാം. ഇപ്പൊ കേരളത്തിലുള്ള എല്ലാവരും എന്ത് ചെയ്യാ, നേരെ വെസ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കുക, അത്രേ ഉള്ളൂ. മറ്റേത് ചാലിയത്ത് മുസ്ലിയാരുടെ നിലപാട് എന്താന്ന് വെച്ചാല് കർക്കശമായിരുന്നു. അതായത് കറക്റ്റ് ആ ഒരു കഅബയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കണം എന്നുള്ളതായിരുന്നു. തന്നെയാണ് ആരുടെ നിലപാടും സി മുസ്ലിം നിലപാട്. അപ്പം ഈ വെല്ലൂർ വാക്യാത്തിൽ ഇറങ്ങി വന്നതിന് ശേഷം അദ്ദേഹം തന്റെ കുട്ടികൾക്കിടയിൽ തന്റെ ഐഡിയോളജീസ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പം അദ്ദേഹം കണ്ടെത്തിയത് എന്താന്ന് വെച്ചാല് തന്റെ നാട്ടിലുള്ള പള്ളി എന്തല്ല, നേരെ കിബിലയിലല്ല എന്നുള്ളതാണ്. അല്ല എന്നുള്ളത്. പിന്നീട് അദ്ദേഹം തന്റെ കുട്ടികൾ മറ്റുള്ള പള്ളികളെ വെച്ചു, അവിടെ അതേ അവസ്ഥ തന്നെ. ഇതിന് ശേഷം കിബിലക്കല്ല. കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ഇതിനെ കുറിച്ച് പറയേണ്ടതില്ല എന്ന് പറഞ്ഞ അദ്ദേഹം മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള ചില പള്ളികൾ, പ്രധാനപ്പെട്ട പള്ളികളെ തെരഞ്ഞെടുത്തു. ശേഷം അതിലും ഇതേ അവസ്ഥ തന്നെ അദ്ദേഹം അത് പറഞ്ഞും ചെയ്തു. പക്ഷെ ഈ സമയത്ത് രണ്ട് വിഭാഗങ്ങളായി. അവസാനം കുട്ടിയ മുസ്ലിയാർ തന്നെയാണ് അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അദ്ദേഹം സിമ്പിൾ സൊല്യൂഷൻ, ഒരു പേപ്പർ എടുത്തിട്ട് നേരെ ആർക്കൊക്കെ ഇത് റീബിൽഡ് ചെയ്യണ്ട, അതായത് തിയമസ്താന്റെ അഭിപ്രായമൊക്കെ റീബിൽഡ് ചെയ്യണമെന്നായിരുന്നു, അത് ചെയ്യണ്ട എന്നുള്ള അഭിപ്രായം പറഞ്ഞു. ആരൊക്കെ ഇതിന് താല്പര്യം ഉണ്ട് വെച്ചാൽ കുറെ ആളുകൾ, അന്നത്തെ ജനങ്ങള് അതിനൊക്കെ സിമ്പിൾ ആയി തോന്നാതെ അതായിരിക്കാം അങ്ങനെ ചെയ്യാൻ പാടുന്നുള്ളത് വേറെ വിഷയം. ചർച്ച. ഇതിപ്പോ ഇതിനെ കുറിച്ച് കുറെ പറഞ്ഞല്ലോ, ഉസ്താദിന്റെ അറിവിനെ കുറിച്ചൊക്കെ. ഇതിന്റെ അറിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉസ്താദിന്റെ തുടക്കകാലങ്ങൾ നോക്കാം. ഈ ഉസ്താദിന്റെ വിഷയങ്ങൾ ഞാൻ ശ്രദ്ധിച്ചൊരു വിഷയമാണ്, ഉസ്താദിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ജീവിതകാലം മൊത്തം അറിവുമായി ബന്ധപ്പെട്ട് ഇരിക്കും. ഇപ്പൊ തുടക്കത്തിൽ ഇപ്പൊ ഉസ്താദിന്റെ തുടക്കകാലങ്ങളിലുള്ള അറിവ് എന്നുള്ളത് ഉസ്താദിന്റെ വാപ്പയിൽ നിന്ന് തന്നെ, ഈ സ്വന്തം നാട്ടിൽ നിന്ന് പിന്നീട് അദ്ദേഹത്തിന് ഒരു കാലിനൊരു അസുഖം ഉണ്ടാവുമ്പോഴാണ് ഉമ്മാന്റെ വീട്ടിലേക്ക് പോകുന്നത്. കാസർഗോഡ് ഭാഗത്ത്, അതെ കാസർഗോഡ് ഭാഗത്തേക്ക്. അവിടെ പോയി അവിടെ ഒരു 10 വർഷത്തോളം ദർസ് നടത്തി, ദർസിൽ പഠിച്ചു. ആ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 1950കളിലാണ് ഉസ്താദ് 10ാം ക്ലാസ് പാസ്സാകുന്നത്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, 50കളില് 10ാം ക്ലാസ് പാസ്സാകുന്നത്. അതാണ് നേരത്തെ 1970കളിൽ ഉസ്താദ് അവതരിപ്പിക്കുന്ന ഒരു ടോപ്പിക്. അത് എനിക്കും അങ്ങനെ, ഞാൻ പഠിച്ചപ്പോ എനിക്കും അങ്ങനെ തോന്നി. കാരണം അന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് ഉപയോഗിക്കുക എന്നുള്ള സ്വാഭാവികമായിട്ടും പൊതുവെ കുറവായ സംഭവമായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം ഈ ആസ്ട്രോണമി പഠിക്കാൻ വേണ്ടി അദ്ദേഹം കുറെ വാന നിരീക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ഇന്റർനെറ്റ് ആശ്രയിച്ചിരുന്നു എന്നുള്ളത് കാണാം. അങ്ങനെ ഈ ഒരു 1950കളിൽ അദ്ദേഹം 10ാം ക്ലാസ് പാസ്സായി എന്ന് മാത്രമല്ല, പിന്നെ 1900 പിന്നീടുള്ള ഒരു കാലഘട്ടങ്ങളിൽ അദ്ദേഹം കുറച്ചു കാലം ഫ്രീ ആയിരുന്നു. ആ ഫ്രീ ആയ കാലഘട്ടങ്ങളിൽ സ്വന്തം അമ്മാവന് അബ്ദുൽ ഖാദർ ഹാജിന്റെ അദ്ദേഹത്തിന് ജോലി സെറ്റാക്കി കൊടുക്കുന്നു. ആ ജോലി സെറ്റാക്കി കൊടുക്കുമ്പോ അതിൽ അമ്മാവന് തന്നെ മനസ്സിലാവണം എന്ത്, ഷിമുസ്താദ് ഇതിൽ തൃപ്തനല്ല. ഷിമുസ്താദിന്റെ മൈൻഡിൽ എന്താണ് എപ്പോഴും എന്താണ് വിദ്യാഭ്യാസം, ഒന്നെങ്കിൽ ദീനി അല്ലെങ്കിൽ ഭൗതികം, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഉസ്താദിന്റെ ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മാവന് സ്വന്തം പിതാവിന്റെ അടുത്തേക്ക് തന്നെ വിടുകയാണ്. ഷിമുസ്താദിന്റെ പിതാവിന്റെ ദർസിലേക്ക് വിട്ടിട്ട് അവിടെ പോയി പഠിച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് 1962ലാണ് പറഞ്ഞ പോലെ ബാക്കിയതിന് ബില്ലെടുത്ത് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങിയെന്ന് മാത്രമല്ല, അപ്പോഴും ഉസ്താദിന്റെ ജീവിതം ഇലുമായി ബന്ധം വിട്ട് പോകാൻ പാടില്ലല്ലോ. പിന്നീട് ഉസ്താദ് എന്താ ചെയ്ത്, ഈ അറിവ് സമൂഹത്തിന് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെ സമൂഹത്തിലേക്ക് ഇറങ്ങുക, അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കുക, അങ്ങനത്തെ വിദ്യാഭ്യാസം വേണമെന്നുള്ള രീതിയിൽ അത്തരത്തിലാണ് ഒരു കോളേജ് വേണമെന്നുള്ള തരത്തിൽ അദ്ദേഹം മുന്നിട്ട് ഇറങ്ങി. കുറെ ആളുകൾ കണ്ടു, അങ്ങനെ കുറെ നല്ല മറുപടിയൊക്കെ കിട്ടി. പക്ഷെ എന്നാലും ഒരു കൃത്യമായ രീതിയിലൊന്നും ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹം പിന്നീട് കണ്ട ഒരു അബ്ദുൽ ഖാദർ ഹാജി എന്ന ആളെ കണ്ടു. അവിടുന്ന് അദ്ദേഹം നല്ലൊരു തുക നൽകാന്ന് പറഞ്ഞു. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നല്ലൊരു തുക നൽകുക എന്നുള്ളതല്ല, ഞങ്ങൾ കൂടെ നിൽക്കണം എന്നുള്ള അങ്ങനെ രീതിയിൽ പറഞ്ഞു. അങ്ങനെ പിന്നീട് എന്താണ് അവര് ഒരു സമന്വയ വിദ്യാഭ്യാസത്തിന് അവിടെ ഒരു തുടക്കം കൊടുക്കാന്നുള്ള പ്ലാനൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ പിന്നെ ഒരു വട്ടം കൂടി കാണാൻ പോയപ്പോഴാണ് എന്ത് മനസ്സിലായത്, നമ്മളെ അബ്ദുൽ ഖാദർ ഹാജി പറഞ്ഞു, അല്ല ഒരു സ്ഥാപനം തുടങ്ങണോ എന്നുള്ള രീതിയിലായി അദ്ദേഹത്തിന്റെ ചർച്ച. അതിനാകെ അമ്പരന്ന് പോയി. സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഉസ്താദിനാകെ ആശങ്കയായി. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ആലിയാന്ന് മൂപ്പര് പറഞ്ഞെന്ന് വെച്ചാൽ ആലിയ എന്നുള്ള ഒരു സ്ഥാപനം ഇല്ലേ, അതൊന്ന് പുതുക്കി പണിതാ പോരെ എന്നാണ്. നാട്ടിലെ ആദ്യമുള്ള സ്ഥാപനമാണോ ആലിയ? അപ്പൊ അത് പുതുക്കി പണിതാ പോരെ എന്നാണ് അബ്ദുൽ ഖാദർ ഹാജി ചോദിച്ചത്. അപ്പൊ ഉസ്താദിന്റെ ആശങ്ക എന്താന്ന് വെച്ചാൽ അത് ജമാഅത്തെ ഇസ്ലാമി അത്ര കാലം കൊണ്ടു നടന്നതാണ്. അപ്പം അത് അവരുടെ കീഴല്ലേ, പിന്നെ അതിന് വേണ്ടിട്ട് അപ്പൊ അബ്ദുൽ ഖാദർ ഹാജി പറഞ്ഞു, വേണ്ട ഞാൻ അതിന് റിസ്ക് എടുത്തോളാം, അതിനെന്ത് ചെയ്യാം, നമുക്ക് ഒരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ലൈസൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കിയിരുന്നു. കമ്മിറ്റിന്റെ അധ്യക്ഷൻ എന്നുള്ളത് ഉസ്താദിന്റെ പിതാവ് തന്നെയായിരുന്നു, ഉസ്താദിന്റെ പിതാവ്. പിന്നെ ചില കാരണത്താൽ അവരുടെ ആ ഒരു കമ്മിറ്റിയിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാരണത്താല് പിന്നീട് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. ആ ഒരു കമ്മിറ്റി, ലൈസൻസ് കമ്മിറ്റി വേർപിരിഞ്ഞു പോയി. അതിനുശേഷമാണ് ഉസ്താദിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു കമ്മിറ്റി വേർപിരിയലോടുകൂടി അവിടെ ഒരു സ്റ്റോപ്പ് വന്നു. പക്ഷെ ഉസ്താദിന്റെ ഉള്ളിൽ ഒരിക്കലും അതൊരു സ്റ്റോപ്പായിട്ട് ഉസ്താദിന് ഫീൽ ചെയ്തില്ല.
ഉസ്താദിന് വീണ്ടും എങ്ങനെയെങ്കിലും ആ ഒരു സ്ഥാപനം ആ ലക്ഷ്യം ഇത് നേരത്തെ പറഞ്ഞ അതെ, അതാണ് ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യം എത്താൻ എങ്ങനെയെങ്കിലും എത്തിപ്പെടാന്നുള്ളതാണ് ഉസ്താദിന്റെ ആ ഒരു പോളിസി. അങ്ങനെ വീണ്ടും ഉസ്താദ് ഈ കലക്ടർ അബ്ദുൽ ഖാദർ ഹാജിക്ക് ഒരു കത്തയക്കാണ്. അങ്ങനെ കത്തയച്ചു. ആ കത്തയച്ചതിന് മറുപടി ഒന്നും കിട്ടില്ല. അപ്പോ മറുപടി കിട്ടാത്തത് കണ്ടപ്പോ ഉസ്താദ് നേരെ അബ്ദുൽ ഖാദർ ഹാജിയുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയിട്ട് നേരിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോ അബ്ദുൽ ഖാദർ ഹാജി ഒന്നും മുണ്ടണില്ല. ഒന്നും മുണ്ടാതെ ഇങ്ങനെ ഇരുന്നു. കുറച്ചു നേരം വീട്ടിനുള്ളിലേക്ക് കയറി പുറത്തേക്ക് ഒരു യാത്രക്ക് ഒരുങ്ങിയ ഒരു രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന്. അപ്പൊ അബ്ദുൽ ഖാദർ ഹാജി ഇങ്ങനെ യാത്രക്ക് ഒരുങ്ങിയ രീതിയിൽ വന്നു. അപ്പോ സി എം ഉസ്താദിന് സംഭവം എങ്ങോട്ടാ പോണെന്നുള്ളത് അറിയില്ല, ഒരു ഐഡിയ ഇല്ല. എന്നാ പോവാ. അങ്ങനെ അബ്ദുൽ ഖാദർ ഹാജിയും സി എം ഉസ്താദ് കാറിൽ കയറി അങ്ങനെ ഓല് അവിടുന്ന് പോവാണ്. അങ്ങനെ ഓല് പുറപ്പെട്ട് നേരെ എത്തുന്നത് ചെമ്പരിക്കയിലേക്കാണ്. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. നേരെ സി എം ഉസ്താദിന്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നേരെ സി എം ഉസ്താദിന്റെ പിതാവിന്റെ അടുത്തേക്കാണ് അവര് വരുന്നത്. പിതാവിന്റെ അടുത്തേക്ക് വന്നു. പിതാവിനോട് വന്ന് നേരെ അബ്ദുൽ ഖാദർ ഹാജി നേരെ ഒന്നാണ് പറയാൻ, നിങ്ങൾ മോൻക്ക് നിങ്ങളെന്തോ പറയാനുണ്ട്, ഒരു ഇൻട്രോ നേരെ മോൻക്ക് നിങ്ങളെന്തോ പറയാനുണ്ടെന്നുള്ള ആ ഒരു തുടക്കം അവിടുന്ന് സി എം ഉസ്താദിന് വേണ്ടി അബ്ദുൽ ഖാദർ ഹാജി അവര് തുടക്കം ഇട്ട് കൊടുത്തു. അവിടുന്ന് സി എം ഉസ്താദ് പറഞ്ഞു, ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കണം, അതിന് നിങ്ങളെ നമുക്ക് ചർച്ച ചെയ്യണം. അങ്ങനെ ആ ഒരു 4-5 ആളുകൾ അന്ന് ആ ഒരു കാറിൽ കയറി പോകുന്ന സമയത്ത് 2-3 ആളുകളോട് അവരെ കൂടെ പോന്നിരുന്നു. അപ്പൊ അവരും ഈ ഒരു സി എം ഉസ്താദിന്റെ പിതാവും സി എം ഉസ്താദൊക്കെ കൂടി ചർച്ച ചെയ്തു. പക്ഷെ ആ ഒരു ചർച്ചയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താത്ത ഒരു സാഹചര്യം വന്നപ്പോ സി എം ഉസ്താദിനെ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഒരു ഒരു ആശയം പറയാം. നിങ്ങൾ എനിക്ക് 10 കുട്ടികളെ സെറ്റാക്കി തരണം, 10 കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരണം, പഠിപ്പിക്കാനുള്ളത് ഞാൻ പഠിപ്പിച്ചോളാം. സി എം ഉസ്താദ് തന്നെ സ്വന്തമായിട്ട് ഏറ്റെടുക്കാണ്, പഠിപ്പിക്കാൻ ഞാൻ പഠിപ്പിച്ചോളാം, ഞാൻ ഏറ്റെടുത്തോളാം, പക്ഷെ അതിനുള്ള ആൾക്കാരെ റെഡിയാക്കി തരണം, സൗകര്യങ്ങൾ റെഡിയാക്കി തരണം. അവിടെ നിന്ന് തന്നെ അബ്ദുൽ ഖാദർ ഹാജി കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി അവിടുന്ന് പറയാണ്, ആയിക്കോട്ടെ 10 കുട്ടികൾക്കുള്ള സൗകര്യം, എന്റെ ഒരു പഴയ വീടുണ്ട്, ആ വീട്ടിലാവും 10 കുട്ടികൾക്ക് സിമ്പിൾ ആയിട്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട്, അവർക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്, അതുപോലെ തന്നെ 1 വർഷത്തേക്കുള്ള ചെലവും ഞാൻ നോക്കിക്കോളാം. ഞാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഈ 1 വർഷത്തേക്ക് ഏറ്റ ചെലവ് എന്നുള്ളത് പിന്നീട് 9 വർഷത്തോളം നീണ്ടുപോയി. അതെ, ആ ഒരു 9 വർഷം അതേ വീട്ടിൽ തന്നെയാണ് അവര് കഴിഞ്ഞു കൂടിയത് എന്നുള്ളത്. ആ ഒരു കാലയളവിൽ ഏകദേശം 10 നിന്നുള്ളത് 60ലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു വിജയം. ഏറ്റവും വലിയ വിജയം. അതിലെ സിംപ്ലിസിറ്റിയും കൂടിയാണ് അട്രാക്ഷൻ. കുട്ടികളെ എത്രത്തോളം സിമ്പിൾ ആയിട്ട് എത്തിച്ചു എന്നുള്ളത്. അങ്ങനെയാണ് അവര് ആ ഒരു സ്ഥാപനത്തിന് അവിടെ വീണ്ടും തുടക്കം കുറിക്കണം. അങ്ങനെ ആ ഒരു സ്ഥാപനം തുടക്കം കുറിച്ചു. ആ ഒരു സ്ഥാപനമാണ് ഇന്ന് സാദിയ സ്ഥാപനം. അപ്പോ ഈ സാദിയ സ്ഥാപനം അങ്ങനെ അവിടെ തുടക്കം കുറിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ 10 ആളുകൾ വെച്ച് തുടങ്ങി, പിന്നീട് ആളുകൾ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് സ്ഥാപനം മാറ്റേണ്ടി വന്നു. അപ്പോ അങ്ങനെ അതൊരു വിജയമായി കൊണ്ടിരിക്കുന്ന ഒരു സമയം. അങ്ങനെയാണ് ഈ ഒരു അതിനെക്കുറിച്ച് ഷംസുലുലമ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് ഒരിക്കലും ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രധാന ചടങ്ങിൽ ഷംസുലുലമ കണ്ണിയത്ത് ഉസ്താദൊക്കെയുള്ള ഒരു ചടങ്ങാണ്. അപ്പൊ ആ ഒരു ചടങ്ങിൽ ഷംസുലുലമ ചോദിക്കുന്നുണ്ട്, ഈ ഒരു സ്ഥാപനത്തിന് സാദിയ എന്ന് പേരിടാനുള്ള കാരണം എന്താന്ന് ഷംസുലുലമ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് സി എം ഉസ്താദ് ഒരു മറുപടി നൽകുന്നുണ്ട്. അന്ന് ആ നാട്ടില് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ ഒരു വ്യക്തിയാണ് പള്ളി ദർസുകള്, അതേപോലെ മതപരമായിട്ടുള്ള പഠനത്തിന് നാട്ടിൽ തുടക്കം കുറിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ പേരാണ് സയ്യിദ് മുസ്ലിയാർ. അപ്പൊ ആ സയ്യിദ് മുസ്ലിയാർ എന്നുള്ള ആ ഒരു പേരിലേക്ക് അതിലേക്ക് ചേർത്തിയിട്ടാണ് ഈ സ്ഥാപനത്തിന് സാദിയ എന്ന പേര് അവര് ഇട്ടത് എന്നുള്ളതാണ് അന്ന് അവിടെ ശംസുലുലമ ഉത്തരായിട്ട് നൽകിയത്. അപ്പോ ഈ സാദിയ എന്നുള്ള ക്യാമ്പസ് പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സമസ്ത കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ഏൽപ്പിക്കുകയും പിന്നീട് ഉസ്താദിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ ഈ ഒരു ക്യാമ്പസ് കാലത്തിനോടനുസരിച്ച് മുന്നേറണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതെ, ഉസ്താദ് എങ്ങനെയാണോ പോണത് ആ ഒരു രീതിയിൽ തന്നെ ഉസ്താദിനെ ക്യാമ്പസിനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആശയം ഉസ്താദിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ണൂർ ജില്ലാ സമസ്തക്ക് ഏൽപ്പിച്ചു. അങ്ങനെ ആ ഒരു കമ്മിറ്റി അതിനെ ഒന്നുകൂടി ഉസ്താദ് ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ അവരും അതിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. പിന്നീട് ഉസ്താദിന്റെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റിയതാണ് MIC. ഇന്നും ഒരു ഇസ്ലാമിക തലയെടുപ്പുള്ള ഒരു ക്യാമ്പസാണ് മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ്. ഇന്നും ഒരുപാട് ദാറുൽ ഹുദയുടെ തന്നെ സഹസ്ഥാപനങ്ങളും മറ്റൊരുപാട് സ്ഥാപനങ്ങളും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഓർഫനേജുകൾ. അപ്പൊ ഇതിനൊക്കെ ഒരു തുടക്കക്കാരൻ CM അബ്ദുള്ള മൗലവി ഉസ്താദ് അവർകളാണ് എന്നതാണ് വാസ്തവം. അപ്പോ ഉസ്താദിന്റെ ഒരു സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് ഉസ്താദിനുണ്ടായ ആ ഒരു ആഗ്രഹം എത്രത്തോളം അത് അത്യാവശ്യമാണ് എന്ന് ഉസ്താദ് അത് വെറും മാത്രമല്ല
അതിന്റെ ഒരു practical അന്ന് പറഞ്ഞ കാര്യം ഇന്ന് എത്രത്തോളം പ്രാക്ടിക്കലാണ് എത്രത്തോളം അത് ശരിയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഉസ്താദ് കാണിച്ചു തരികയും അതിനുള്ള സംഭാവനകളോട് തന്നിട്ടാണ് ഉസ്താദ് പോയത്. പിന്നെ പറയാനുള്ളത് ഉസ്താദിന്റെ ഒരു അർഹിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു മരണമായിരുന്നു ഉസ്താദിന് വിധിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ വയ്യ. കാരണം വിദ്യാഭ്യാസത്തിലേക്ക് ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉസ്താദിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോ ഇതുകൊണ്ടൊന്നും നിർത്തണ്ട. ഇൻഷാ അള്ളാ ഇനി അടുത്ത എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഇതിന്റെ കൂടുതൽ ചർച്ചകൾ ചെയ്യാം. അപ്പോ വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.